കേരള റീൽസ് ബീഫ് റിച്ചിലേക്ക് ഏവർക്കും സ്വാഗതം. ഇത് തോട്ടപ്പള്ളി ഹാർബർ ചാകരയാണ്, ചെമ്മീൻ ചാകര. കൂട്ടത്തിൽ പലവിധ മീനുകളുണ്ട്, പിന്നെ ചൂടനുണ്ട്. വള്ളങ്ങളെല്ലാം അടുത്തുകൊണ്ടിരിക്കുന്നു, മീനുകൾ ഇറക്കിക്കൊണ്ടിരിക്കുന്നു. ഉൾഭാഗത്ത് ലേലംവിളി നടക്കുന്നു. ഇവിടെ ബ്രോക്കർമാർ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. കുറേ പേര് കിറ്റുമായിട്ട് മീൻ പെറുക്കാൻ നിൽക്കുന്നു. ചൂടനുണ്ട്, കൊഴുവയുണ്ട്. ഇതൊരു കുട്ട് നിറയെ കുഞ്ഞയില ആ പോകുന്നത്. അവിടെയാണ് ലേലംവിളി. അവിടെ പോയിട്ട് ലേലംവിളി എങ്ങനെയുണ്ടെന്നൊന്ന് നോക്കാം. ഒരു കൊട്ട 2400 രൂപ. മിക്സറാണ്. ചെമ്മീൻ $2400 ചെമ്മീൻ ഒരു കൊട്ട. മിക്സർ വടക്കോട്ട് ഇവിടെ നോക്കൂ. വിളിക്കുന്നു. മിക്സറാണ്, എല്ലാത്തരം മീനുകളും. 50 രൂപ. മിക്സർ ലേലം വിളിക്കാൻ ആളില്ല. വില കുറഞ്ഞു. ഒരു കൊട്ടയ്ക്ക് 50 വരെയായി. 20 കിലോ, 30 കിലോ, 40 കിലോ വരെയുണ്ട്. ഇവിടെയും ലേലം വിളി, ചെറിയ ലേലം വിളികൾ. ഒരു കിലോയ്ക്ക് 160 രൂപയ്ക്ക് വിൽക്കുന്നു. ആദായ വില. മീൻ കയറി പോകുന്നു. വലിയ ചെമ്മീൻ, കൊഞ്ചു പോലത്തെ. ഇതിൻ്റെ പേരെന്നാ? നാരൻ ചെമ്മീൻ. നല്ല വില കിട്ടുന്നതാണ്. ആ
ചാകര വലുതായിട്ടായിട്ടില്ലെന്നാണ് മൂപ്പൻ ഇവിടെ പറയുന്നത്. തുടങ്ങിയതേ ഉള്ളൂ. ഇന്ന് ആദ്യമായിട്ടാണ്. ആ, ഈ സീസണിൽ ഇന്ന് ആദ്യമായിട്ടാണ് കയറുന്നത് അല്ലേ? ആ ആ, ചെമ്മീൻ കയറാൻ തുടങ്ങിയിട്ട് 2 ദിവസമായി. കുറഞ്ഞ പണികളാണ്, വലുതായിട്ടായിട്ടില്ല, നല്ല ചാകര ആയിട്ടില്ലെന്നാണ് പറയുന്നത്. ഇതിവിടുത്തെ ഒരു തരകനാണ്. താങ്ക് യു. ഇത് മിക്സറാണ്. ഒരു കൊട്ട പലവിധ മീനുകൾ. മിക്സറിൽ ഇപ്പോൾ വിലക്കുറവാണ്. മിക്സർ വലുതായിട്ട് എടുക്കാൻ ആളില്ല. ചെമ്മീൻ എടുക്കാൻ ഇഷ്ടം പോലെ ഉണ്ട്. ആൾക്കാർ കമ്പനികൾ എടുത്തുകൊണ്ട് പോകുന്നുണ്ട്, എക്സ്പോർട്ട് ചെയ്യുന്ന കമ്പനികൾ എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. ചെമ്മീൻ നല്ല വില. $20 സ്റ്റാർ, 20 സ്റ്റാർ എന്ന് പറഞ്ഞ വള്ളം ഇപ്പോൾ ഇറങ്ങാൻ പോകുന്നതേ ഉള്ളൂ. ചാകരയാണെന്ന് അറിഞ്ഞുകൊണ്ട് അവർ വള്ളം ഇറക്കുകയാണ്. ഒരു വള്ളം ഇറക്കി ഈ വള്ളം വൈകിട്ടത്തെ മീൻപിടുത്തത്തിന് പോകാൻ പോകുന്നു. ആൾക്കാർ വെള്ളത്തിലേക്ക് വള്ളം ഇറക്കാൻ പോവുകയാണ്. മിക്സറിന് വില കുറഞ്ഞു. വള്ളം ഇറക്കാൻ പോവുകയാണ്. 2ാം റൗണ്ട് മീൻപിടുത്തത്തിന് ഇവർ പോകുന്നു. അറയ്ക്കൽ എന്ന വള്ളം മീൻ ഇറക്കിയിട്ട് അടുത്ത റൗണ്ട് പിടുത്തത്തിന് പോകുന്നു. ആ വലിയ കൊമ്പുള്ള വള്ളം. അപ്പുറത്തൊരു വള്ളം മീൻ പിടിച്ച് കരയ്ക്കോട്ട് ഇറക്കാനായിട്ട് വരുന്നു. കുറേ വള്ളങ്ങളുണ്ട്, ആയിരക്കണക്കിന് വള്ളങ്ങളുണ്ട്. ശ്രീമുരുകൻ എന്ന വള്ളം മീൻ ഇറക്കിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ കടപ്പുറത്ത് ഒരു ഒച്ചയനക്കമൊക്കെ ആയി. മീൻ വരാൻ തുടങ്ങി നല്ല രീതിയിൽ. അപ്പം ഒരു കരകം പറഞ്ഞത് 3 ദിവസമേ ആയുള്ളൂ മീൻപിടുത്തം നല്ല രീതിയിലായിട്ട് എന്നാണ്. ആ പരുന്ത് തൊട്ട് പറ്റിവിടെ പോകുന്നു. തോട്ടപ്പള്ളി ഹാർബർ ചെറിയ ഒരു ഉത്സവ പ്രതീതിയായിട്ടുണ്ട്. ഇഷ്ടംപോലെ മീൻ കയറാൻ തുടങ്ങിയതോടുകൂടി കൂടുതൽ ചെമ്മീനാണ്. ചെമ്മീന് നല്ല വില കിട്ടുന്നുണ്ട്. ചെറിയ മീനുകൾ വലിയ വിലയില്ല. 20 കിലോയൊക്കെ 50 രൂപയ്ക്കൊക്കെ വരെ പോകുന്നുണ്ട്. പൊടിമീനുകൾ, ചെറിയ മീൻ. ഈ വെള്ളം ഇറക്കിക്കൊണ്ടിരിക്കുന്നു. അടുത്ത പിടുത്തത്തിന് പോകാൻ വേണ്ടി. വള്ളത്തിൻ്റെ പേര് 20 സ്റ്റാർ, 20 നക്ഷത്രങ്ങൾ. ഒച്ച വെച്ച് മുന്നിലത്തെ വള്ളം മാറ്റാൻ ശ്രമിക്കുകയാണ്. ഒച്ച വെക്കുമ്പോൾ മുന്നിലത്തെ വള്ളങ്ങൾ മാറി കൊടുക്കണം. അവർക്ക് ഇറക്കാനുള്ള ഒരു സൈഡ് കൊടുക്കണം. അതിനുവേണ്ടിയാണ്. ചാകര കടപ്പുറത്തിന് ചാകര ചാകര. എല്ലാവർക്കും ഒരു സന്തോഷം കാണുന്നുണ്ട്. സ്റ്റാർ ഏകദേശം ഇറങ്ങിക്കഴിഞ്ഞു. പകുതി വെള്ളത്തിലായി. ഇത്രയും കൂടെ ഇറങ്ങിയാൽ മതി. അത് സ്റ്റാർട്ട് ചെയ്ത് കടലിലേക്ക് പോകും. തള്ളിറക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവരാണ് അതിൽ മീൻപിടുത്തക്കാർ. അതുവഴി ഇറങ്ങി അങ്ങനെ ലാസ്റ്റ് അറ്റത്ത് ചെല്ലുമ്പോൾ പുറംകടലിലേക്ക് ചെല്ലും.
റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും ഒരു കരിങ്കല്ലിൻ്റെ കിട്ടി പോലെ ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ കൂടി അതൊരു കൊക്ക് മീനുണ്ടോ എന്ന് നോക്കുന്നു. അതിനൊരു പേടിയില്ല. ആൾക്കാരുടെ അടുത്തേക്കൊക്കെ പോവുകയാണ്. വെള്ളം കിട്ടി. ഒരാളും കൂടെ വന്നു. എൻ്റെ വളരെ അടുത്ത് വന്ന് നിൽക്കുന്നു. ഒരു പേടിയില്ല. കടപ്പുറമായതുകൊണ്ട് അവർക്ക് സ്ഥിരം പരിചയക്കാരാണെന്ന് തോന്നുന്നു. അവർക്ക് അന്തേവാസികളാണെന്ന് തോന്നുന്നു. അടിപൊളി നല്ല വെളുത്ത കൊക്ക് ഭംഗിയുള്ളതാണ്. സുന്ദരം പൊടിമീനാണ്. മിച്ചർ മണങ്ങ് കുട്ടൻ ചെമ്മീൻ എല്ലാമുണ്ട്. അടുത്ത ആൾക്ക് എക്സ്ചേഞ്ച് ചെയ്യുന്നു. കരയ്ക്ക് വരെ കയറി പോകാൻ ക്ഷീണിക്കുന്നത് കൊണ്ട് എക്സ്ചേഞ്ച് ചെയ്ത് പോകുന്നു. അപ്പോൾ റെസ്റ്റ് കിട്ടും. വലിയ ചെമ്മീനാണ്. കൊഞ്ചിൻ്റെ വലിപ്പമുള്ള ചെമ്മീൻ. നല്ല വില കിട്ടുന്ന ചെമ്മീനാണ്. മിച്ചർ കൊണ്ടുവരുന്നത് കൂടുതലും മിച്ചറാണ്. എല്ലാവിധ ഐറ്റംസും കൂടെ ഒരുമിച്ച് വീണ്ടും മിച്ചറാണ്. എല്ലാവിധ ഐറ്റംസും ഉണ്ട്. 30 കിലോ ആണ്. ചൂടാവുന്നു. ആരാണ്ട് വില കൂടിയ നാരഞ്ചെമ്മീൻ 1 കിലോ 500 രൂപയുടെ വാരിക്കൊണ്ട് പോകുന്നതിന് ചൂടാവുകയാണ്. കടപ്പുറത്തെ ജീവിത രീതി അങ്ങനെയാണ്. ഇടയ്ക്ക് നല്ല കട്ടിത്തെറിയൊക്കെ പറയും. തെറി പറയുന്നു. ഇതാ വരുന്നു. എല്ലാം മിച്ചറും ചെമ്മീനും മത്തിയും മണങ്ങ് കൊഴുവ എല്ലാം കൂടെയുള്ള മിച്ചറാണ്. നല്ല രീതിയിൽ മീനുണ്ട്. ഒരു പരുന്ത് അടുത്തൂടെ പോകണം. മീൻ നോക്കിയിട്ട് കറങ്ങി നിൽക്കുകയാണ് പരുന്ത്. പരുന്തുകൾ ഇഷ്ടം പോലെ. രണ്ട് പരുന്തുകൾ ലൈറ്റിലിരിപ്പുണ്ട്. മീൻ നോക്കിയിരിക്കുകയാണ്. വിശക്കുന്നു. ഒരു വട്ട മീൻ വീണ്ടും വരുന്നു. ആ വെള്ളത്തിൽ നിന്നാണ് വീണ്ടും നിറച്ച് കയറ്റിവിടുന്നു. അവർക്കൊരു 500 കിലോ എങ്കിലും 500 1000 കിലോ മീനെങ്കിലും അകത്തുണ്ട്. അതിൻ്റെ കൊക്ക് അവിടെ വഴക്കുണ്ടാക്കുന്നു. ഇഷ്ടംപോലെ ആൾക്കാർ, ബഹളം, മീനുകൾ, സന്തോഷം എല്ലാമുണ്ട്. ഇടയ്ക്ക് 2-3 തെറിവിളി. ആകെ ചാകര പ്രപഞ്ചം. നല്ല ചാകരയാണ്. എന്താണെന്ന് വെച്ചാൽ കൂടുതലും കയറിയിരിക്കുന്നത് ചെമ്മീനാണ്. ചെമ്മീന് നല്ല വില കിട്ടുന്നുണ്ട്. കമ്പനികൾ കുറേ നാളായി ചെമ്മീൻ കിട്ടാതെ വിഷമിച്ചിരിക്കുകയായിരുന്നു. അമേരിക്കയ്ക്കൊക്കെ എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടിയാണ്.
അത് മിച്ചർ, അതിൽ ചെമ്മീനാണ്, നിറച്ച ചെമ്മീൻ. അനുഗ്രഹം, ആ വള്ളത്തിലാണ് ചെമ്മീൻ കിട്ടിയിരിക്കുന്നത്. അതിനൊരു ഭയങ്കര അനുഗ്രഹം തന്നെയാണ്. കാരണം മൊത്തം ചെമ്മീനാണ് കിട്ടിയിരിക്കുന്നത്. ചെമ്മീന് നല്ല വില അതുകൊണ്ടുള്ളത് കൊണ്ട് അവരിന്ന് കാശ് വാരും. അവിടെ വെള്ളത്തിൻ്റെ ഉള്ളിൽ നിറയെ ചെമ്മീൻ വാരിക്കൊണ്ടിരിക്കുന്നു. ചെമ്മീൻ തിരിഞ്ഞ് ചെറിയ ചെറിയ പാർട്ടികൾക്കായിട്ട് വിൽക്കുന്നു. 1 കിലോ 160. ഒരു കിലോ 160 രൂപ. ആ സീവ് ചെറിയ ചെറിയ പാർട്ടികൾക്കായി വിലയിൽ വിട്ടുകൊണ്ടിരിക്കുന്നു. ചെറിയൊരു മാർക്കറ്റാണ്. ചെമ്മീന് പിരിഞ്ഞ് ബോക്സിലാക്കി കമ്പനികൾക്ക്, എക്സ്പോർട്ടിംഗ് കമ്പനികൾക്ക് വേറെ പോകുന്നു. കമ്പനികൾ എടുക്കുകയാണ്. ചുവട്ട 55 കിലോ. ഇവിടെ ചെമ്മീൻ ബോക്സിലാക്കി ഐസുമായിട്ട് മിക്സ് ചെയ്ത് കമ്പനികളിലേക്ക് കയറി പോവുകയാണ്. അവിടെ ഒരു ലോറി, ഇവിടെ ഒരു ലോറി, അടുത്ത ലോറി, അതിനുള്ളിലേക്ക് കയറി കൊച്ചിയിലുള്ള എക്സ്പോർട്ടിംഗ് കമ്പനികളിലേക്ക് കയറി പോകുന്നു. ഹൈ ക്വാളിറ്റി ചെമ്മീനാണ്. ആരം. താങ്ക് യു ഫ്രണ്ട്സ്. ദിസ് ഈസ് തോട്ടപ്പള്ളി ഹാർബർ ഫ്രം കേരള റീച്ച് ബിഫോർ എച്ച്. താങ്ക് യു ഫ്രണ്ട്സ്. ഹാവ് എ നൈസ് ടൈം. ഗോഡ് ബ്ലസ് യു. അടുത്ത ലേലംവിളി സ്ഥലം. എല്ലാവരും ഐസ് ചെയ്ത് വണ്ടിയിൽ കയറി പോവുകയാണ്. മിച്ചർ. താങ്ക് യു ഫ്രണ്ട്സ്. വെള്ളത്തിൻ്റെ പേര് ക്രിസ്റ്റി. തോട്ടപ്പള്ളി ഹാർബറിൻ്റെ ഒരു മൊത്തം വ്യൂ എടുത്തിട്ട് ക്ലോസ് ചെയ്യുന്നു. കാരണം സൂര്യപ്രകാശം പടിഞ്ഞാറ് നിന്ന് അടിക്കാൻ തുടങ്ങി. അപ്പോൾ കൂടുതൽ ഇരുട്ട് കയറും. ഇരുണ്ട വീഡിയോസേ കിട്ടത്തുള്ളൂ. ഇപ്പോൾ സമയം 4 മണി. തോട്ടപ്പള്ളി ഹാർബറിൽ നിന്ന് കേരള റീൽ ബിഫോർ എച്ച്. ഒരു പരുന്നിൻ്റെ പറ്റയോടെ പോയി. ചാവേര മീൻ വണ്ടികൾ കൊണ്ടുപോകാനായിട്ട് വന്ന് റെഡിയായി കിടക്കുന്നു. കിടിലൻ വണ്ടികളാണ്.